നരസിംഹത്തിലെ മമ്മൂട്ടിയുടെ അഡ്വക്കേറ്റ് നന്ദഗോപാൽ മാരാർ. മലയാള സിനിമ അന്ന് വരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് എല്ലാ റെക്കോർഡുകളും പഴങ്കഥയാക്കി തിയേറ്റർ പൂരപ്പറമ്പാക്കിയ ചിത്രമായിരുന്നു നരസിംഹം. ചിത്രത്തിലെ മർമ്മപ്രധാനമായ രംഗത്തായിരുന്നു മമ്മൂട്ടിയുടെ നന്ദഗോപാൽ മാരാരുടെ എൻട്രി. മമ്മൂട്ടി ആരാധകരും മോഹൻലാൽ ആരാധകരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന മമ്മൂട്ടിയുടെ കഥാപാത്രം ഏതാണെന്ന് ചോദിച്ചാൽ ഏറെ പേരും പറയുന്നത് നരസിംഹത്തിലെ ഈ ഒരു കഥാപാത്രമായിരിക്കും. സംവിധായകൻ ഷാജി കൈലാസ് ഈ കഥാപാത്രത്തിനായി കണ്ടുവച്ചിരുന്നത് സുരേഷ് ഗോപിയായിരുന്നു. എന്നാൽ മോഹൻലാലിനും ചിത്രത്തിന്റെ രചയിതാവായ രഞ്ജിത്തിനും ഈ വേഷം മമ്മൂട്ടി ചെയ്താൽ എങ്ങനെയുണ്ടാവും എന്ന് തോന്നുകയും പിന്നീട് മമ്മൂട്ടി ഈ ഒരു കഥാപാത്രത്തിലേക്ക് എത്തുകയുമായിരുന്നു. സമ്മർ ഇൻ ബെത്ലഹേമിലെ മോഹൻലാലിന്റെ നിരഞ്ജൻ. സിബി മലയാലിന്റെ സംവിധാനത്തിൽ മോഹൻലാൽ, സുരേഷ് ഗോപി, ജയറാം, മഞ്ജു വാര്യർ എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച് 1998 പ്രദർശനത്തിലെത്തിയ മലയാള ചലച്ചിത്രമാണ് സമ്മർ ഇൻ ബെത്ലഹേം. ജയറാം അവതരിപ്പിക്കുന്ന രവിശങ്കറും സുരേഷ് ഗോപി അവതരിപ്പിക്കുന്ന ടെന്നീസും കലാഭവമണിയുടെ മോനായും എല്ലാം കളം നിറഞ്ഞാടുമ്പോഴാണ് ചിത്രത്തിന്റെ ക്ലൈമാക്സിൽ ആരും പ്രതീക്ഷിക്കാതെ മോഹൻലാൽ എത്തുന്നത്. മോഹൻലാൽ കൂടി എത്തിയതോടെ അതുവരെ മനോഹരമായി മുന്നോട്ട് പോയിരുന്ന ചിത്രം ഒരു വലിയ ഹിറ്റിലേക്ക് എത്തുകയായിരുന്നു. ചിത്രത്തിൽ മോഹൻലാലിന്റെ കഥാപാത്രത്തെ ഒരു വിങ്ങലോടുകൂടിയല്ലാതെ എങ്ങനെ ഓർക്കാനാവും? ചിത്രത്തിൽ മോഹൻലാൽ ഉണ്ട് എന്നത് ആർക്കും തന്നെ അറിയില്ലായിരുന്നു. പെട്ടെന്നുള്ള മോഹൻലാലിന്റെ എൻട്രി ആരാധകരെ ഞെട്ടിച്ചു. മനുവങ്കളിലെ സുരേഷ് ഗോപിയുടെ മിന്നൽ പ്രതാപൻ. മനുവങ്കളിലെ സുരേഷ് ഗോപിയുടെ ഗസ്റ്റ് റോൾ ആരും മറന്നു കാണാൻ വഴിയില്ല. സീരിയസ് വേഷങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന സുരേഷ് ഗോപി മിന്നൽ പ്രതാപൻ എന്ന കോമഡി പോലീസ് വേഷത്തിലെത്തിയപ്പോൾ പടത്തിന്റെ ക്ലൈമാക്സിൽ തിയേറ്റർ അക്ഷരാർത്ഥത്തിൽ ചിരിച്ചു മറിയുകയായിരുന്നു. യഥാർത്ഥത്തിൽ ആ റോൾ ചെയ്യേണ്ടിരുന്നത് ജഗതിയായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് എത്താൻ സാധിക്കാതിരിക്കുകയും അതേസമയം സെറ്റിൽ ഷൂട്ടിംഗ് കാണാൻ വന്ന സുരേഷ് ഗോപിയെ നിർബന്ധിച്ച് അഭിനയിപ്പിക്കുകയുമായിരുന്നു. എന്നാൽ ഒരു സാധാ കോമഡി റോൾ ആയിരുന്നത് സുരേഷ് ഗോപി ചെയ്തതുകൊണ്ട് തന്നെ വ്യത്യസ്തമാകുകയും സിനിമയുടെ വിജയത്തിൽ വലിയ പങ്കുവഹിക്കുകയും ചെയ്തു. മോഹൻലാലും ചിത്രത്തിൽ അതിഥി വേഷത്തിലെത്തിയിരുന്നു. മോഹൻലാൽ എന്ന നടനായി തന്നെയാണ് അദ്ദേഹം എത്തുന്നത്. അങ്ങനെ ഒരു കുട്ടികളുടെ ചിത്രത്തിൽ മലയാളം ഇൻഡസ്ട്രിയുടെ 3 സൂപ്പർ താരങ്ങൾ ഭാഗമാകുന്നതിനും മനുവങ്കൾ എന്ന ചിത്രം സാക്ഷ്യം വഹിച്ചു. ആൻമരിയ കലിപ്പിനാണ് എന്ന ചിത്രത്തിലെ ദുൽഖറിന്റെ ഏഞ്ചൽ. ദുൽഖറിന്റെ ആദ്യ ഗസ്റ്റ് റോളായിരുന്നു ആൻമരിയ കലിപ്പിനാണ് എന്ന ചിത്രത്തിലെ ഏഞ്ചൽ എന്ന കഥാപാത്രം. സണ്ണി വെയിൻ നായകനായി എത്തിയ ചിത്രത്തിൽ ക്ലൈമാക്സിലാണ് ദുൽഖർ എത്തുന്നത്. ചിത്രത്തിന്റെ വിജയത്തിൽ വലിയ പങ്കുവഹിച്ച ഒരു കഥാപാത്രം കൂടിയായിരുന്നു ഇത്. പാവാടയിലെ മഞ്ജു വാര്യരുടെ കഥാപാത്രം. 2016 ജി മാർത്താന്റെ സംവിധാനത്തിൽ പൃഥ്വിരാജ്, അനു മേനോൻ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ചിത്രമായിരുന്നു പാവാട. ചിത്രത്തിന്റെ ക്ലൈമാക്സിലാണ് മഞ്ജു വാര്യർ എത്തുന്നത്. അനു മേനോന്റെ അജ്ഞാതയായ കാമുകിയുടെ വേഷത്തിലാണ് ക്ലൈമാക്സിൽ മഞ്ജു വാര്യർ എത്തുന്നത്. ചിത്രത്തിന്റെ കാസ്റ്റിംഗിൽ മഞ്ജുവിന്റെ പേര് ഉണ്ടായിരുന്നില്ല. അണിയർ പ്രവർത്തകർക്ക് പ്രധാനപ്പെട്ട ആളുകൾക്ക് മാത്രമേ മഞ്ജുവിന്റെ കഥാപാത്രത്തെ പറ്റി അറിവുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ മഞ്ജുവിന്റെ സർപ്രൈസ് എൻട്രി നൽകിയ കയ്യടി വലുതായിരുന്നു. കുഞ്ഞു രാമായണത്തിലെ ബിജു മേനോന്റെ മനോഹരൻ. 2015 ബേസിൽ ജോസഫിന്റെ സംവിധാനത്തിൽ വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തി തിയേറ്ററുകളിൽ ഹിറ്റഡ് ചിത്രമായിരുന്നു കുഞ്ഞു രാമായണം. ബോക്സ് ഓഫീസിൽ വൻ വിജയം നേടിയ ചിത്രത്തിന്റെ ക്ലൈമാക്സിലാണ് ബിജു മേനോന്റെ കഥാപാത്രത്തിന്റെ എൻട്രി. ചിത്രത്തിന്റെ ഗതിയെ തന്നെ മാറ്റിമറിക്കുന്ന കഥാപാത്രമായിരുന്നു മനോഹരൻ. അതുവരെ ഉണ്ടായിരുന്ന എല്ലാ കഥാപാത്രങ്ങളുടെ പ്രകടനങ്ങളെയും നിഷ്പ്രഭമാക്കുന്ന പ്രകടനമായിരുന്നു ക്ലൈമാക്സിൽ അദ്ദേഹം കാഴ്ചവെച്ചത്. തിയേറ്ററിൽ വലിയ കയ്യടി നേടിയ കഥാപാത്രങ്ങളുടെ ലിസ്റ്റിൽ മുൻനിരയിലുണ്ടാകും മനോഹരൻ. പെരുവണ്ണാപുരത്തെ വിശേഷങ്ങളിലെ മോഹൻലാലിന്റെ കഥാപാത്രം. 1989 കമലിന്റെ സംവിധാനത്തിൽ ജയറാം, പാർവതി എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് ബോക്സ് ഓഫീസിൽ വലിയ വിജയമായി തീർന്ന ചിത്രമായിരുന്നു പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ. ചിത്രത്തിൽ മോഹൻലാൽ ചെയ്ത അച്യുതക്കുറുപ്പ് എന്ന കഥാപാത്രം സിനിമയുടെ വിജയത്തിൽ വളരെ വലിയ പങ്ക് വഹിച്ച ഒന്നായിരുന്നു. സിനിമയുടെ ഗതിയെ തന്നെ മാറ്റിവിടാൻ സാധ്യതയുള്ള ഈ കഥാപാത്രം ക്ലൈമാക്സിൽ ഉണ്ടാക്കിയ ട്വിസ്റ്റ് ചിത്രത്തിന്റെ വിജയത്തിൽ വളരെ ഗുണകരമായി ഭവിച്ചു. ചെറുതാണെങ്കിലും മോഹൻലാലിന്റെ മറ്റൊരു മികച്ച കഥാപാത്രം. മമ്മൂട്ടിയുടെ കഥ പറയുമ്പോഴുള്ള വേഷവും മോഹൻലാലിന്റെ കായംകുളം കൊച്ചുണ്ണിയുടെ വേഷവും ഈ കൂട്ടത്തിൽ പെടുത്താമെങ്കിലും സിനിമയിൽ ഉടനീളം ഉണ്ടായിരുന്നതിനാൽ അവ പ്രധാന കഥാപാത്രങ്ങളായി പരിഗണിച്ചുകൊണ്ടാണ് ഈ ലിസ്റ്റിൽ എടുത്തു പറയാതിരുന്നത്. ലോകയിലെ ദുൽഖറിന്റെയും ടൊവിനോയുടെയും കഥാപാത്രങ്ങൾ ഇത്തരത്തിൽ മികച്ച ഗസ്റ്റ് റോളുകൾക്ക് ഉദാഹരണങ്ങളാണ്. ചിത്രത്തിന്റെ അടുത്ത പാർട്ടുകളിൽ ഈ കഥാപാത്രങ്ങൾ പ്രധാന കഥാപാത്രങ്ങളായി എത്തുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്ന് കാണാം. ഇവയിൽ നിങ്ങളുടെ ഫേവററ്റ് ഗസ്റ്റ് റോൾ ഏതാണെന്ന് കമന്റ് ചെയ്യൂ. നിങ്ങളുടെ ഫേവററ്റ് ആയിട്ടുള്ള വീഡിയോയിൽ ഉൾപ്പെടുത്താത്ത കഥാപാത്രങ്ങളെയും കമന്റ് ചെയ്യാം. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.